ഹായ് കൂട്ടുകാരെ, ഞാൻ ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റിലൊരു നൊത്തോലിക്കറി അല്ലെങ്കിൽ കുഴുവക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കപ്പയുടെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും എന്തിൻ്റെ കൂട്ടത്തും പുട്ടിൻ്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. നല്ല കൊഴുത്ത ചാറോടുകൂടി കണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലിം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് നെത്തോലി വെച്ചൊരു റെസിപ്പി നോക്കാം. അപ്പോൾ ഇത്രയും നെത്തോലിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/2 കിലോ നെത്തോലി വരും. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. എന്തെന്നല്ലേ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. 6-7 വെള്ളം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കണ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പല ടൈപ്പ് നൊത്തോലി കറിയൊക്കെ നേരിട്ടിട്ടുണ്ട്. നൊത്തോലി അല്ലെങ്കിൽ കൊഴുവ, ഇവിടെ ഓരോ സ്ഥലത്തും പല പേരുകളൊക്കെ പറയും. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്നിപ്പം കുറച്ച് വ്യത്യാസപ്പെടുത്തിയ രീതിയിലാണ് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയെന്ന്. ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണാണ്. ഇനി അതൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോഴേ ചതയ്ക്കണ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. അപ്പോഴേ അങ്ങ് ക്യാമറ കൊണ്ടുപോകണത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൂടെ മറ്റാരെങ്കിലും വേണം ക്യാമറ പിടിക്കാൻ. അപ്പോൾ ഈ സമയം ഇവിടെ വീട്ടിലൊന്നും ആരും കാണില്ല. ഞാനിതിപ്പം രാവിലെയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു 11 മണിയൊക്കെ ആവും. അവരൊക്കെ കുട്ടികളൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് അങ്ങ് പോകും. കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതുപോലെ അവിടെ വെളിച്ചവും കുറവാണ്. അമ്മിയിൽ വെച്ചാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി ഇടിയെല്ലാം വാങ്ങിക്കുമ്പോഴത്തേന് അതിൽ വെച്ച് ചതയ്ക്കുന്നത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇടിയല്ലില്ല, ഇനി വാങ്ങിക്കണം. അതിന് ശേഷം ചതയ്ക്കുന്നതൊക്കെ കൂടെ കാണിക്കാം. അവിടെ അപ്പുറത്തെ അടുക്കളയാണ്. അവിടെ വെളിച്ചക്കുറവൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. 12 കൊച്ചുള്ളി എടുക്കാം. ഇനി ശകലം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇവിടെ കുഞ്ഞുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഇനി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഓയിലിനി ഒഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ശകലം ഓയിലിൻ്റെ കുറവുള്ള പോലെ തോന്നുന്നു. ഒരു ശകലം കൂടെ ഒഴിച്ചു കൊടുക്കുക.
ഇപ്പോഴിവിടെ പൊടി ഐറ്റങ്ങളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പിടി തേങ്ങ എടുത്ത് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ തന്നെയാണ്. നല്ലപോലെ തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ. അപ്പോഴീ മീനിന്റെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇതെന്തുമാത്രം വഴറ്റിയൊക്കെ ഇതിന്റെ പച്ച ചുവ മാറ്റിയെടുക്കുക, അതനുസരിച്ചിരിക്കും ഇതിന്റെ ടേസ്റ്റ്. ഇനി തീ കൂട്ടിയേക്കാം. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിം ഒന്ന് കത്തിച്ച് വെച്ചിരുന്നതേ ഉള്ളൂ, അത്രയ്ക്ക് താഴ്ത്തിയാണ് വെച്ചിരുന്നത്, അല്ലെങ്കിൽ പൊടി ഐറ്റങ്ങൾ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുക. ഒരു ഇതുപോലെ 4 പീസ് പുളിയാണ് എടുത്തിട്ടുള്ളത്, ഉണ്ടല്ലേ? അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതുവരെയും ഉപ്പിട്ട് കൊടുത്തില്ല, ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ അരപ്പൊക്കെ കണ്ടല്ലോ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് നേരത്തെ ഓയിലിൽ വഴറ്റിയായാലും ഇവിടെ ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നെത്തോലി പിറക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയൊന്ന് അടച്ചു വെക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഉണ്ടല്ല, നല്ല ടേസ്റ്റി കറിയാണ്. ഒന്ന് അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലേ, ടേസ്റ്റി കൊഴുവക്കറി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കപ്പയുടെ കൂട്ടത്തൊക്കെ കഴിക്കാനും എന്തിൻ്റെ കൂട്ടത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോഴെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ
എളുപ്പത്തിൽ ഞാനിപ്പം തീ ഓഫ് ചെയ്ത് ചട്ടിയുടെ ചൂട് കൊണ്ടിരുന്ന് തിളക്കുന്നതാണ്. അപ്പോഴും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പീസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തതാണ്. ഇപ്പോഴിവിടെ കുഞ്ഞുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. അതിലേക്ക് ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ചൂട് കൊണ്ട് മുളക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി എന്താ നമ്മളെ കൊഴുവക്കറി അല്ലെങ്കിൽ നൊത്തോലിക്കറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.